സൗപർണികാമൃത വീജികൾ തേടി എന്ന ഈ യാത്രാ പരമ്പരയുടെ 2ാം ദിനത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഷീബ ടീച്ചർ. ഞങ്ങൾ ആദ്യ ദിനം വന്നിറങ്ങിയ ബൈന്ദൂർ സ്റ്റേഷനിൽ നിന്നും രാവിലെ ട്രെയിൻ കയറി ബാംഗ്ലൂർ മുംബൈ കൊങ്കൺ റെയിൽവേ റൂട്ടിലെ മുരുഡേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഉത്തര കന്നഡ ജില്ലയുടെ ബദ്കൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മുരുഡേശ്വര ക്ഷേത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. വർഷങ്ങൾക്ക് മുൻപ് വെറുമൊരു അരയ ഗ്രാമം മാത്രമായിരുന്നു മുരുഡേശ്വർ. ആർ.എൻ. ഷെട്ടി എന്ന മനുഷ്യസ്നേഹിയുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായാണ് മുരുഡേശ്വർ ക്ഷേത്രം ഉയർന്നു പൊങ്ങുന്നത്. അറബിക്കടലിൻ്റെ തീരത്ത് കടലിന് മുകളിലായി തന്നെ ഇത്തരമൊരു അത്ഭുതം സൃഷ്ടിച്ചത് ഈ നാടിൻ്റെ തന്നെ തലവര മാറ്റുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രഗോപുരവും ക്ഷേത്രങ്ങൾക്കൊപ്പം ലോകത്തെ ഞെട്ടിച്ച ശിവപ്രതിമയും ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായത് സഞ്ചാരികളെ ആകർഷിച്ച ഒരു വലിയ ഇടമായി ഇത് മാറി. ക്ഷേത്ര കവാടത്തിൻ്റെ മുന്നിലായി കോൺക്രീറ്റിൽ തീർത്ത 2 ഗജവീരന്മാരുണ്ട്. അവിടെ നിന്ന് കടക്കുന്നത് വലിയൊരു ഗോപുരത്തിലേക്കാണ്. ഈ ക്ഷേത്ര കവാടത്തിൻ്റെ മുന്നിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ അതിമനോഹരമായ മുരുഡേശ്വർ ബീച്ച്, ആകാശ നീലിമ, ജലം, സ്വർണ്ണ മണലുമായി ചേരുന്ന മനോഹരമായ ഒരു പശ്ചാത്തലമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഞാനിപ്പോൾ മുരുഡേശ്വർ ശിവൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു 2 മണി ആയിട്ടുള്ളൂ. 3 മണിക്കാണ് ഇതിൻ്റെ ഓപ്പണിംഗ്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് നമ്മൾ മുകളിലേക്ക് നടന്ന് കയറിയാൽ തന്നെ നമുക്ക് കടലിൻ്റെ വിശാലമായ ഒരു വ്യൂ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. മുരുഡേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. കടലും തീരവും കുന്നും ഒരുപാട് പ്രതിമകളും അങ്ങനെ എല്ലാം ചേർന്ന് ഒരുക്കുന്ന ഒരു മാസ്മരികമായ കാഴ്ചകളാണ് ഇവിടെ എല്ലാവരെയും ആകർഷിക്കുന്നത്. കടൽ തീരവും കുന്നും അതിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ ശിവൻ പ്രതിമയും നൽകുന്ന ഒരു മനോഹാരിത അനുഭവിക്കാനായിട്ട് തന്നെ ഞങ്ങൾ വീണ്ടും ആ ഒരു ശിവപ്രതിമയുടെ അടുത്തേക്ക് കയറിപ്പോയി. തുടക്കത്തിൽ തന്നെ ക്ഷേത്ര കവാടത്തിന് മുന്നിലുള്ള ആ ഒരു 20 നിലയുള്ള കവാടത്തിൻ്റെ മുകളിലേക്ക് നമ്മളെ ടോക്കൺ എടുത്ത് കയറ്റിവിടും. 18ാം നിലയുടെ മുകളിലെത്തിയാൽ നമുക്ക് ഈ ശിവപ്രതിമ മനോഹരമായിട്ട് ആസ്വദിക്കാം മുകളിൽ നിന്നുകൊണ്ട് തന്നെ. ഗോപുരത്തിന് അരികിലൂടെയുള്ള പടവുകൾ കയറി ശിവപ്രതിമയുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. കാശിനാഥ് എന്ന ശില്പിയാണ് ഈ ഒരു ശിവപ്രതിമയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ശിവൻ്റെ ഗംഭീര ശില്പത്തിന് മുന്നിൽ എത്തി നിൽക്കുമ്പോൾ ആർക്കും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഉണ്ടാവും. ശില്പത്തിന് അരികിലായി പുല്ല് വച്ച് പിടിപ്പിച്ച ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട്. അവിടെ സ്വർണം പൂശിയ ഒരുപാട് ചെറു ശില്പങ്ങൾ മനോഹരമായിട്ട് അലങ്കരിച്ച് വച്ചിട്ടുണ്ട്. ദ്വാരകയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ശ്രീകൃഷ്ണൻ ഇവിടെ തപസ് അനുഷ്ഠിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് മഹാഭാരതവുമായി ബന്ധമുണ്ട്. മുരുഡേശ്വർ ക്ഷേത്രത്തിൻ്റെ ഇതിഹാസം രാമായണ യുഗം മുതലുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ലങ്കേശ്വരനായ രാവണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുന്നിൻ മുകളിലുള്ള ഒരു മ്യൂസിയം, അതായത് ഒരു ബുക്കൈലാസ് കേവ്, വലിയ ശിവപ്രതിമയ്ക്ക് കീഴെയുള്ള ഈ ഒരു ഗുഹ ഇവിടുത്തെ വലിയൊരു ആകർഷണമാണ്. 15 മിനിറ്റ് നമുക്ക് ആ ഗുഹയിലൂടെ നടക്കാം. ഗുഹയുടെ ഒരു വശത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട പ്രതിമകൾ, ശിവൻ്റെയും ക്ഷേത്രത്തിൻ്റെയും ആത്മലിംഗം, രാവണൻ്റെ തപസ്, ശിവഭക്തനായ രാവണൻ ശിവൻ്റെ ശക്തമായ ആത്മലിംഗം നേടിയെടുക്കുന്നത്, അത് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രയത്നം മുഴുവൻ കഥയും ചിത്രീകരിച്ചിരിക്കുന്ന നിരവധി ചെറുരൂപങ്ങൾ ഈ ഒരു മ്യൂസിയത്തിൽ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതി തന്നെ ലഭിക്കും. ആത്മീയത, പ്രകൃതി, സംസ്കാരം എന്നിവയുടെ സവിശേഷമായ ഒരു മിശ്രിതം നമുക്ക് പ്രദാനം ചെയ്യുന്ന കർണാടകയിലെ ഈ ഒരു ദിവ്യമായ കേന്ദ്രത്തിൽ ഞങ്ങൾ ഒരു 4 മണിക്കൂർ ഗീതോപദേശവും കടലിൻ്റെ സംഗീതവും വീണ്ടും ഒരിക്കൽ കൂടി ആസ്വദിച്ച് ഞങ്ങൾ താമസ സ്ഥലമായിട്ടുള്ള ജയ പാലസിലേക്ക് തിരിച്ചു. പിറ്റേന്നുള്ള യാത്രയ്ക്കായിട്ട് തയ്യാറെടുത്തു.